ഹലോ, ഇവിടെ ഓട്ടോറിക്ഷ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ബാങ്കിലേക്ക് പോവാണ്. കുറേയധികം പൈസ ഇങ്ങനെ കയ്യിലിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് കുറച്ച് പൈസ ഡെപ്പോസിറ്റ് ചെയ്യാമെന്ന് കയറിയത് ബാങ്കിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ഏറ്റവും എളുപ്പം ഓട്ടോറിക്ഷയിൽ പോകുന്നതാണല്ലോ. അപ്പോൾ ഞങ്ങൾ ഓട്ടോറിക്ഷയിലാണ് കേട്ടോ കയറി പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ബാങ്കിലേക്ക് എത്തിയിട്ടുണ്ട്. ബാങ്കിലെത്തി അവിടെ ഫസ്റ്റ് ഇരിക്കുന്ന അവിടത്തേക്ക് തന്നെയാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. പിന്നെ ഉണ്ടല്ലോ ഞങ്ങളവിടെ എത്തിയത് 2:45-നാണ്. 5 മണിയായി വീട്ടിലെത്തുമ്പോൾ. ഒരു 4:15 വരെ ഞങ്ങൾ ഇവിടെ ഇരുന്നു കേട്ടോ, ബാങ്കിലിരുന്നു. ഞങ്ങൾ പുറത്തൊക്കെ കറങ്ങിയിട്ടൊരു വീട്ടിലെത്തുമ്പോൾ ഒരു 5 മണിയായിട്ടുണ്ടായിരുന്നു. ഇവിടെ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരുന്നു. അപ്പോഴേക്കും പെണ്ണിങ്ങനെ വാശി പിടിച്ചു തുടങ്ങി കേട്ടോ. കുറേ നേരം ഇങ്ങനെ വാശി പിടിച്ചു. എന്നാലും പിന്നെ പൈസ ഒക്കെ അക്കൗണ്ടിലായതുകൊണ്ട് നമുക്ക് കയ്യിൽ ക്യാഷ് ഇല്ലല്ലോ, നമുക്ക് ഓട്ടോറിക്ഷയ്ക്ക് പൈസ കൊടുക്കണ്ടേ. അപ്പോൾ ക്യാഷ് നമുക്ക് എടുക്കണം. കുറേയധികം പൈസ ഉള്ളതുകൊണ്ട് ഉണ്ടെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. 1000 രൂപ ഉണ്ട്, അതിന് നമുക്ക് ഒരു ഓട്ടോറിക്ഷയ്ക്ക് കൊടുക്കാനുള്ള പൈസ നമ്മൾ എടുക്കണം. അപ്പോഴേക്കും പ്രത്യേകിച്ച് ചാടി കയറി അവനെടുക്കണം എന്ന് പറഞ്ഞിട്ട് തോന്നിയ പോലെ ഇട്ട് കുറച്ച് നേരമൊക്കെ അത് പ്രശ്നമാക്കി. എന്നിട്ട് ഇങ്ങോട്ട് കയറി ഇറങ്ങിപ്പോകും. എന്തായാലും ഇങ്ങനെ ഇരിക്കില്ല. അപ്പോൾ പിന്നെ എന്തായാലും ഒരു സെൽഫി എടുക്കാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ കണ്ടില്ലേ. അപ്പോഴേക്കും മോള് അവിടെ സിസ്റ്റർമാരൊക്കെ ആയിട്ട് കമ്പനി ആവാൻ നോക്കുന്നുണ്ട്. എന്നാലും അവൾക്ക് ഞാൻ വേണം കേട്ടോ. ഈ ചെക്കൻ കണ്ടില്ലേ, ഇവിടെ മൂത്രം ഒഴിക്കാൻ നിൽക്കണതല്ല കേട്ടോ. 4-5 ദിവസമായി പല്ലാടിയിട്ട് നിൽക്കണു. വീട്ടിലിരുന്ന് പറക്കാനും പറ്റില്ല, പുറത്ത് പോയിട്ട് പറക്കാനും പറ്റില്ല. എന്തായാലും ഇറങ്ങിയതല്ലേ. അപ്പോൾ പിന്നെ അവനെയും കൊണ്ട് അവനെ ബോൾ വാങ്ങിക്കണം കേട്ടോ, ഫുട്ബോൾ വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ പിന്നെ എന്തായാലും പല്ല് പറിക്കാമെന്ന് പറഞ്ഞിട്ടാണ് വന്നത്. എന്നാലും അവന് വലിയ താല്പര്യമൊന്നുമില്ല. ഇവിടെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ തിരിച്ച് പോകേണ്ടി വരും, ഇത്രയും നേരം വെയിറ്റ് ചെയ്യണ്ടേ മോളെയും കൊണ്ട്. അപ്പോൾ ഇവർ പറ്റില്ല എന്ന് ധരിച്ചു. പക്ഷെ അവിടെ പോയപ്പോൾ 2-3 ഡോക്ടർമാരുണ്ട്. കുഴപ്പമില്ല, അപ്പോൾ തന്നെ പറിച്ച് തരാൻ തന്നു. പല്ല് പറിക്കാധികം നേരം വേണ്ടല്ലോ. അപ്പോൾ ചെന്ന് അപ്പോൾ തന്നെ ഡോക്ടർ പറിച്ച് തന്നു കേട്ടോ. അതാ ഡോക്ടർ. പിന്നെ 2 പല്ല് കൂടി അവിടെ ആടുന്നുണ്ട്. അപ്പോൾ ഞാനൊന്ന് അതുകൂടി പറിക്കാൻ തന്നു. പിന്നെ ആലോചിച്ചപ്പോൾ അവ ഇങ്ങനെ മോൻ കൊണ്ട് ദയനീയാവസ്ഥയിൽ എന്നെ നോക്കണത്. അപ്പോൾ ഡോക്ടറും പറഞ്ഞു കേട്ടോ, വേറൊരു ദിവസം വന്നു കഴിഞ്ഞാൽ 2 പല്ലും കൂടി പറിക്കാമെന്ന് പറഞ്ഞു. പിന്നെ അവൻ ഫുട്ബോൾ വാങ്ങിക്കാൻ പോയി. ഭാഗ്യത്തിന് അവനത് ഇഷ്ടപ്പെട്ടില്ല. 350 രൂപയെന്നാണ് കേട്ടോ പറഞ്ഞത്. പിന്നെ പോണ വഴിക്ക് ഒരു 50 രൂപയുടെ തൊട്ടപ്പുറത്തുള്ള കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് അവനെ എയർ അടിക്കാനുള്ള പമ്പ് ഞാൻ വാങ്ങിച്ചിട്ട് ഓൺലൈനായിട്ട് വാങ്ങിച്ചിട്ട് അത് പറ്റാത്ത കാരണം കൊണ്ട് തിരിച്ചയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വീട്ടിലില്ലാത്തതുകൊണ്ട് എയർ അടിക്കാൻ പറ്റില്ല എന്നറിയാം. തൽക്കാലം അത് കളിക്കാൻ പറ്റില്ല എന്ന് അവനറിയാം, ബോള് വീർപ്പിച്ചിട്ട്. അപ്പോൾ പിന്നെ അതവന് വേണ്ടാന്ന് പറഞ്ഞു. ചെറിയ ബോളൊന്നും അവന് കണ്ടുപിടിക്കുന്നില്ല. അവൻ അതൊന്നും വേണ്ട. തൊട്ടപ്പുറത്തുനിന്ന് ഒരു 50 രൂപയുടെ അത് ഒരു ലാഭമായിട്ടാണ്. എനിക്ക് ഫോണിന് ചാർജർ കേടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങിച്ചു. ഫോണിൻ്റെ ചാർജർ ഉണ്ടല്ലോ, ഒരു തവണ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് പ്രസവ സമയത്ത് അവിടെ വെച്ചിട്ട് മറന്നു കേട്ടോ. തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ എടുക്കാണ്ട് പോകുന്നു. പിന്നെ ഋദ്ധിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം കാണിച്ചു തരാം കേട്ടോ. അവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാധനമുണ്ട്. ഇതിനെന്താ പറയുക, എന്താ ഒരു പച്ച സാധനമില്ല, പച്ച മനുഷ്യൻ. അത് ഹൾക്ക് അവൾ അതിനെയാണ് കേട്ടോ. ഈ വൃത്തികെട്ട ഹൾക്കിനെയാണ് അവൾക്ക് ഇഷ്ടപ്പെട്ടത്. പിന്നെ അവൾക്ക് ഇതൊന്നും കണ്ടിട്ട് എല്ലാം വാങ്ങിക്കാനുള്ളൊരു സ്വഭാവമായിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞു തൽക്കാലം അതൊക്കെ അവിടെ ഇരുന്നോട്ടെ, അവൾക്ക് വേണ്ടത് ഞാൻ വാങ്ങിച്ചു കൊടുത്തോളാന്ന് പറഞ്ഞു. അവൾക്ക് തൽക്കാലം ഇങ്ങനത്തെ ഒന്നും വലിയ താല്പര്യമൊന്നുമില്ല. കുറച്ചേരൊക്കെ ഇഷ്ടപ്പെടുള്ളൂ. പിന്നെ എന്തെങ്കിലും പാത്രങ്ങളൊക്കെയാണ് അവൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം കളിക്കാൻ. പിന്നെ എനിക്ക് ഈത്തപ്പഴം വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടി കയറിയിട്ടോ. അത് കയറിയപ്പോൾ അവനും പ്രത്യൂഷിനും ബർഗർ, അവന് ഇഷ്ടപ്പെട്ട സാധനമാണ് കേട്ടോ ബർഗർ, അവനത് വേണം. അപ്പോൾ ഞങ്ങളത് വാങ്ങി കുറച്ച് മിഠായിയൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ പോന്നു കേട്ടോ. പ്രത്യൂഷ് ഓട്ടോറിക്ഷയിൽ ഇരുന്നിട്ട് മിഠായി തീറ്റയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പ്രത്യൂഷ് മാത്രമല്ല ഞങ്ങൾ തിന്നു. കിൻഡർ ജോയുടെ ഒരു തരം ഉരുണ്ട മിഠായി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളത് തിന്നു. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം.